ഹലോ ഹായ് നമസ്കാരം. കുഞ്ചാക്കോ ബോബൻ നായകനായി അഭിനയിച്ച ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ കണ്ടു. സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ മൂവി. നവാഗതനായ ജിത്തു അഷ്റഫാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് തന്നെ ഫിലിം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഷാഹി കബീറാണ്. ഷാഹി കബീറിന്റെ ഇതിനു മുമ്പത്തെ ഫിലിംസായ ജോസഫ്, ഇലവീഴ പൂഞ്ചിറ, നായാട്ട് എന്നിവയൊക്കെ നല്ല നിലവാരം പുലർത്തിയ സ്ക്രിപ്റ്റുകളായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു എൻഗേജിങ് സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ സിനിമയുടേത്. സിനിമയുടെ സ്റ്റോറി ഒരു ടിപ്പിക്കൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ആണെങ്കിലും സ്ക്രീൻ പ്ലേ നല്ല അടിപൊളിയായിട്ടാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ ഒട്ടും ബോറടിപ്പിക്കാതെ ഒട്ടും ലാഗ് ഫീൽ ചെയ്യാതെ തുടക്കം മുതൽ അവസാനം വരെ ഒരേ സ്പീഡിൽ പോകുന്നുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് കുഞ്ചാക്കോ ബോബന്റെ പെർഫോമൻസ് ആണ്. ഹരിശങ്കർ എന്ന കഥാപാത്രമായിട്ട് അടിപൊളി പെർഫോമൻസ് ആണ് കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര റഫായിട്ടുള്ള ഓഫീസറാണ് പുള്ളി എന്നുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ അത് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ ആ കഥാപാത്രത്തിന്റെ കുറച്ച് ഫ്ലാഷ് ബാക്ക് സീനുകളൊക്കെ ഉണ്ട്. ആ പോർഷനിലും ആ ഇമോഷനും കാര്യങ്ങളൊക്കെ പുള്ളി നല്ല രീതിയിൽ തന്നെ അത് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ പെർഫോമൻസ് കൊണ്ട് നമുക്ക് ആ ക്യാരക്ടറിനോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരും. കുഞ്ചാക്കോ ബോബന്റെ അഭിനയ ജീവിതത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ സിനിമയിലെ. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് വിശാഖ് നായരുടെ ആണ്. പുള്ളിയുടെ ഒരു ഗ്യാങ്ങും ഉണ്ട്, ഒരു ടെറർ ഗ്യാങ്. വൻ സംഭവമാണ് ഫിലിമിൽ. നന്നായിട്ട് തന്നെ പുള്ളി അത് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്യാങ് ലീഡറായിട്ട് ശരിക്കും നല്ല ഇമ്പാക്ട് ആയിരുന്ന ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു പുള്ളിയുടെ. കുഞ്ചാക്കോ ബോബന്റെ വൈഫിന്റെ കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പ്രിയാമണി ആയിരുന്നു. ഓക്കെ പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ ജഗദീഷ് ഉണ്ട് ഈ ഫിലിമിൽ. ജഗദീഷ് ഒരു ക്യാരക്ടർ റോളിലാണ്. പുള്ളിയുടെ പെർഫോമൻസും കൊള്ളായിരുന്നു. പിന്നെ ഈ സിനിമയിൽ ഡിവൈഎസ്പിയുടെ റോളിൽ വരുന്ന വൈശാഖ് ശങ്കർ, പിന്നെ റംസാൻ ഉണ്ട്, ശ്രീകാന്ത് മുരളി, മനോജ് കെയു എന്നിവരൊക്കെയാണ് ഈ സിനിമയിലെ മറ്റു താരങ്ങൾ. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട കാര്യം ഇതിലെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഈ സിനിമയുടെ ക്യാമറ ചെയ്തിരിക്കുന്നത് റോബി വർഗീസ് രാജാണ്. മമ്മൂട്ടിയുടെ കണ്ണൂർ സ്കാഡ് ഫിലിം ഡയറക്ട് ചെയ്ത ആളാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ പുള്ളി ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരുപാട് നൈറ്റ് ഷോട്ടുകളൊക്കെ ഉണ്ട്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയി ആണ്. BGM ഒക്കെ അടിപൊളിയായിരുന്നു. ഫിലിം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സീൻ വരുമ്പോഴും അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നത് BGM ആണ്. നല്ല പവർഫുൾ BGM ആയിരുന്നു. സോങ്സും 2 സോങ്സ് എങ്ങാണ്ടേ ഉള്ളൂ ഫിലിമിൽ, അതും ഓക്കെ ആയിരുന്നു. പിന്നെ ഈ ഫിലിമിന്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ചമൻ ചാക്കോ ആണ്. നല്ലൊരു എഡിറ്റർ തന്നെയാണ് പുള്ളി ഈ ഫിലിമിനും നല്ല അടിപൊളിയായിട്ട് തന്നെ എഡിറ്റിംഗ് വർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫിലിമിൽ 2 ഫൈറ്റ്സ് ഉണ്ട്. മോർച്ചറിയിലെ ഫൈറ്റ് അടിപൊളിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ആക്ടേഴ്സിന്റെ പെർഫോമൻസും എടുത്തു പറയേണ്ടത്. കുഞ്ചാക്കോ ബോബനും വിശാഖ് നായരൊക്കെ അടിപൊളിയായിട്ടാണ് ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ വരുന്ന ഫൈറ്റും അടിപൊളിയായിരുന്നു. അതൊരു നൈറ്റിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ അത് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ മൂവി ആയിട്ട് തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എനിക്ക് അനുഭവപ്പെട്ടത്. സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.